അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് CBI കൊച്ചി യൂണിറ്റാണ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് വിശദാംശങ്ങൾ മുദ്രവെച്ച കവറിൽ തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കെ.എം. എബ്രഹാമിനെതിരായ CBI അന്വേഷണം. സാഹചര്യം നമുക്ക് നോക്കാം. അങ്ങനെ കെ. എബ്രഹാമിനെ സംബന്ധിച്ചോളം വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നത് എടുത്ത് പറയണം. കെ. എബ്രഹാമിനെ കുരുക്കങ്ങനെ മുറുകുന്ന സാഹചര്യമാണ് CBIയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടാകുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എങ്ങനെ പെട്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. CBI കേസ് രജിസ്റ്റർ ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസത്തെ അപ്ഡേറ്റ്. രേഖകൾ അതേസമയം കൈമാറിയിട്ടില്ല വിജിലൻസ് എന്ന് എടുത്തു പറയേണ്ടതാണ്. അതായത് ഹൈക്കോടതി ഉത്തരവ് വന്നിട്ട് ഒരാഴ്ച പിന്നിട്ടു. വിജിലൻസ് രേഖകൾക്കായി CBI കാത്തിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി അങ്ങനെ ക്ലീൻ ചിറ്റും നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ രേഖകളാണ് വിജിലൻസ് CBI കൈമാറാതെ പോയത് എന്നത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നു. പരാതിക്കാരന്റെ മൊഴി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് നടപടിയിലേക്ക് CBI പോയിരിക്കുന്നത്. പരാതിക്കാരനായ ജോമോൻ പുത്തമ്പുരക്കലിനെ വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഈ നടപടിയിലേക്ക് CBI പോയിരിക്കുന്നത്. അഴിമതി നിരോധന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് കെ.എം. എബ്രഹാമിനെതിരെ. അപ്പോൾ കൊച്ചി യൂണിറ്റ് വിശദമായി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തും. മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമായാണ്. അതായത് വിരമിച്ച ശേഷവും ഓർക്കണം, മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പുനർനിയമനം ലഭിച്ച കെ.എം. എബ്രഹാമിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ കൂടി അന്വേഷണം വരുമ്പോൾ അത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഇക്കാര്യത്തിൽ അങ്ങനെയെങ്കിൽ ഈ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനാണോ? ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇതുവരെ അങ്ങനെ തീരുമാനം അദ്ദേഹം എടുത്തിട്ടില്ല. അപ്പോൾ ഇനി മുഖ്യമന്ത്രി നേരിൽ കാണുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള ഉത്തരം പ്രതീക്ഷിക്കുന്നുമുണ്ട്.